മൃതദേഹം പുറത്തേക്ക് എത്തിക്കുകയാണ്. ക്ലിയറൻസിന് ശേഷം 10 മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്നു. അർജുൻ മട്ടന്നൂർ വിവരങ്ങൾ നൽകും. അർജുൻ, മൃതദേഹം പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 മൃതദേഹങ്ങൾക്ക് ഇതിനകം ക്ലിയറൻസ് ലഭിച്ചു എന്നുള്ള വിവരം ലഭിക്കുകയാണ്. ആദ്യം പുറത്തേക്ക് എത്തിക്കുന്നത് ഏത് മൃതദേഹമാണ്, ആരുടേതാണ്? സ്മൃതി, ഇപ്പോൾ ഇമ്പോർട്ട് കാർഗോയിലൂടെ ഓരോരോ മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കുകയാണ്. ഈ വിമാനത്തിൽ നിന്ന് ട്രോളിയിൽ കയറ്റിയ ശേഷം ഇമ്പോർട്ട് കാർഗോ കെട്ടിടത്തിന് അടുത്തേക്ക് എത്തുകയും അവിടെ നിന്ന് മൃതദേഹങ്ങൾ ഉദ്യോഗസ്ഥരും മറ്റും ചുമന്ന് പുറത്തേക്ക് എത്തിക്കുകയാണ്. പൊതുദർശനം നടക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. മറ്റൊരു ട്രോളിയിലേക്ക് മാറ്റിക്കൊണ്ടും മറ്റും ഈ മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. ഇത് മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്ത് ഉള്ള ഓരോ ടേബിളുകളിലായി മൃതദേഹങ്ങൾ കിടത്തും. അതിനുശേഷമായിരിക്കും പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവുക. മാത്രവുമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതിയും നൽകുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ മന്ത്രി അറിയിച്ചിരുന്നു. ഇപ്പോൾ 5ഓളം മൃതദേഹങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. മറ്റ് മൃതദേഹങ്ങളും തൊട്ടു പിന്നാലെ തന്നെ പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 31 മൃതദേഹങ്ങളാണ് പുറത്തേക്ക് എത്തിക്കുന്നത്. 23 മലയാളികളുടെ മൃതദേഹങ്ങളാണ് ഇതിൽ ഉള്ളത്. ഉദ്യോഗസ്ഥർ അകത്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ മൃതദേഹങ്ങൾ ഓരോന്നായി പുറത്തേക്ക്. 5 മൃതദേഹങ്ങൾ ഇതിനകം ടേബിളിൽ വെച്ചിരിക്കുന്നു. അർജുൻ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം നമ്പറും പേരും രേഖപ്പെടുത്തിയിരിക്കുന്ന ടേബിളുകളിലേക്ക് മൃതദേഹങ്ങൾ മാറ്റുകയാണ്. 5 മൃതദേഹങ്ങൾ ഇതിനകം മാറ്റിയിരിക്കുന്നു. ടേബിളുകളാണ് നിരത്തിയിരിക്കുന്നത്. ലേബിക്ക് കാണാമെങ്കിൽ ഇപ്പോൾ 5 മൃതദേഹങ്ങൾ ടേബിളുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവരുടെ പേര് വിവരങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ? മാധ്യമപ്രവർത്തകരെ അവിടെ നിന്ന് ദൂരേക്ക് മാറ്റിയിട്ടുണ്ട് എന്നറിയാം. എന്നാൽ പോലും സ്മൃതി, എനിക്ക് കാണാൻ പറ്റുന്ന ഭാഗത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ആദ്യം അരുണിൻ്റെ മൃതദേഹമാണ് 1-ാം നമ്പർ ടേബിളിലേക്ക് കൊണ്ടുവന്നത്. തൊട്ടടുത്ത് നിതിൻ്റെ മൃതദേഹം കൊണ്ടുവന്നു. അതിനടുത്ത് അനീഷിൻ്റെ മൃതദേഹം. അങ്ങനെ പിന്നെ ആ നമ്പർ ക്രമീകരിച്ചിരിക്കുന്നത് പോലെ അവിടെ നിന്ന് അങ്ങോട്ട് മൃതദേഹങ്ങൾ ഓരോന്നായി ഇപ്പോൾ അവിടെ വച്ചിരിക്കുന്ന ടേബിളിലേക്ക് കൊണ്ടുവന്ന് മൃതദേഹം ഏറ്റുവാങ്ങി അവിടെ ടേബിളിലേക്ക് വച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ, മന്ത്രിമാർ, മറ്റ് ജനപ്രതിനിധികളെല്ലാവരും മൃതദേഹം ഏറ്റുവാങ്ങി ക്രമീകരിച്ചിരിക്കുന്ന വളരെ നേരത്തെ തന്നെ ഇവിടെ ടേബിളുകൾ ക്രമീകരിച്ചിരുന്നു. 31 ടേബിളുകളിലേക്കും ക്രമം മൃതദേഹം കൊണ്ടുവന്ന് ഇപ്പോൾ വച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇവിടെ വച്ചത് അരുണിൻ്റെ മൃതദേഹമാണ് 1-ാം നമ്പർ ടേബിളിൽ. 2-ാം നമ്പർ ടേബിളിൽ നിധിൻ്റെ മൃതദേഹം. 3-ാം നമ്പർ ടേബിളിൽ അനീഷിൻ്റെ മൃതദേഹം. അങ്ങനെ 4, 5 പേരുടെയും അതിനനുസരിച്ച് കൊണ്ടുവന്നിരിക്കുന്ന മൃതദേഹം അടക്കം ചെയ്ത പെട്ടി ഈ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ടേബിളുകളിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഓരോ മൃതദേഹം ആദ്യം ഇറക്കിയത് അരുണിൻ്റെ മൃതദേഹമാണ്. പിന്നീട് നിതിൻ്റെ, അനീഷ് അടക്കമുള്ള പേരുകൾ അവിടെ നിന്നും കാണാൻ ലേബിക്ക്. 5 മൃതദേഹങ്ങളാണ് ഇതിനകം ക്ലിയറൻസിന് ശേഷം ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്.